ഭൂമിയിലെ ജീവിവർഗങ്ങളിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള രൂപം നീരാളികൾക്കല്ലേ? അമ്പരപ്പിക്കുന്ന ധാരാളം പ്രത്യേകതകളുള്ള ഒരു ജീവിയാണ് നീരാളി. 8 കൈകൾ, 3 ഹൃദയങ്ങൾ, 9 തലച്ചോറുകൾ, നീല നിറത്തിലുള്ള രക്തം, ചുറ്റുപാടുകൾക്കനുസരിച്ച് നിറം മാറാനുള്ള അത്ഭുതകരമായിട്ടുള്ള കഴിവ്, ഇരകളുടെ മുന്നിൽ പെട്ടാൽ മഷിബോംബ് പൊട്ടിച്ച് ആ ജഗപുകക്കിടയിൽ രക്ഷപ്പെടൽ, ഒരു ഇണചേരലോടെ പെടുന്നതിനെ വാർദ്ധക്യം പിടികൂടി ജീർണിച്ച് മരിക്കൽ. സിനിമകളിലെ ഏലിയൻ കഥാപാത്രങ്ങളെ പോലെ തോന്നിക്കുന്ന ഈ ജീവികൾ എല്ലില്ലാത്ത ജീവികളുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ജീവികളാണ്. നീരാളികളുടെ അവിശ്വസനീയമായിട്ടുള്ള വിശേഷങ്ങൾ വിശദമായിട്ട് അറിയാം. സ്വാഗതം. ഒക്ടോപ്പസ് എന്ന ഇംഗ്ലീഷിലുള്ള പേര് കേൾക്കുന്നത് പോലെയല്ല നീരാളി എന്ന മലയാളത്തിലുള്ള പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൾക്കിടിലം. നീരിലെ, കടലിലെ വ്യാളി എന്നൊക്കെ തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും മനസ്സിൽ വരിക. കടലിൽ നിന്നും ഉയർന്നു പൊങ്ങി കപ്പലുകളെ പോലും തകർത്ത് മാഞ്ഞു പോകുന്ന തീതുപ്പുന്ന ഭീകര വ്യാളി. അല്ലെങ്കിൽ പഴയകാല നാവികരുടെ കഥകളിലെ ക്രാക്കനെ പോലെ കടലിൽ വലിയ ചുഴികളുണ്ടാക്കി കൂറ്റൻ കപ്പലുകളെ മുഴുവനായും വരിഞ്ഞു മുറുക്കി കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന രാക്ഷസ ജീവി. ഈ സങ്കല്പം മനസ്സിലുള്ളതിനാൽ തന്നെ അബദ്ധത്തിലെങ്ങാൻ കടലിൽ വീണുപോയാൽ സ്രാവുകളും മറ്റും തിന്നുന്നതല്ല, നീരാളി അതിൻ്റെ 8 കാലുകളും കൊണ്ട് വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് ചോരയൂറ്റി കൊന്നുകളയുമോ എന്നതായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഭയം. സത്യത്തിൽ നമ്മളെ, ഒരു മനുഷ്യനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കൊല്ലുന്ന ഒരു നീരാളി കടലിലുണ്ടോ? എന്നാൽ ഇതുവരെ കടലിൽ മനുഷ്യനെ അങ്ങനെ വരിഞ്ഞു മുറുക്കി ഏതെങ്കിലും ഒരു നീരാളി കൊന്നതിന് തെളിവുകളൊന്നുമില്ല. പക്ഷേ മനുഷ്യരെ കൊല്ലാൻ പറ്റുന്ന നീരാളികളുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ശാന്തസമുദ്രത്തിലെയും പവിഴപ്പുറ്റുകളിലും വേലിയിറക്കത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ടുകളിലും ഒക്കെ കാണാൻ സാധ്യതയുള്ള ഒരിനം നീരാളിയുണ്ട്. ആസ്ട്രേലിയയിലൊക്കെയാണ് ഇവയെ കാണാറ്. ദേഹത്ത് നീല ചുറ്റടയാളങ്ങളുള്ള ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസ്, ഹപ്പലോക്ലീന ലുനുലാറ്റ. അത് കൊടും വിഷമുള്ള ഇനമാണ്. കടലിലുള്ള ഏറ്റവും മാരക വിഷജീവികളിൽ ഒന്നാണിത്. പക്ഷേ അതിന് നമ്മളെ ചുറ്റി വരിയാൻ മാത്രമുള്ള വലിപ്പമുള്ളതൊന്നുമല്ല. ഒരു ടെന്നീസ് ബോളിൻ്റെ വലിപ്പം മാത്രമുള്ള ഒരു കുഞ്ഞൻ നീരാളി. 12 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മാത്രമാണ് അതിൻ്റെ വലിപ്പം. അത്രമേൽ ചെറുതാണത്. കൂടാതെ അവ മനുഷ്യരെ തേടി പിടിച്ച് ആക്രമിക്കുന്ന ഒരു ജീവിയൊന്നുമല്ല. വളരെ പാവങ്ങളായി ഒഴിഞ്ഞു മാറി ഒളിച്ചു കഴിയുന്നവരാണവർ. എന്നാൽ വല്ലാതെ പ്രകോപിപ്പിച്ചാൽ, ഭയന്നാലൊക്കെ അവ മനുഷ്യരെ കടിച്ചു കളയും. അവയുടെ ഉമിനീരിൽ ടെട്രഡോടോക്സിൻ എന്ന മാരകമായിട്ടുള്ള ന്യൂറോടോക്സിൻ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ നാഡീവ്യൂഹങ്ങളിൽ പ്രവർത്തിച്ച് ശ്വസന മസിലുകളെ നിശ്ചലമാക്കി കളയും. നമുക്ക് ബോധമുണ്ടെങ്കിലും ശ്വാസം കഴിക്കാൻ പറ്റാതാകും. ഓക്സിജൻ ലഭിക്കാതെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ മരിച്ചു പോകും. ഇത് കടിച്ചാൽ വേദനയൊന്നും ഉണ്ടാകില്ല. അതിനാൽ തന്നെ കടിച്ച കാര്യം പോലും നമ്മൾ അറിയില്ല. തളർച്ച ആരംഭിക്കുമ്പോഴേ മനസ്സിലാകൂ. ഇതിനെ ചികിത്സിക്കാൻ മരുന്നുകൾ, പ്രതിമരുന്നുകൾ, പ്രതിവിഷം ഒന്നും ലഭ്യമല്ല. ഉടനെ കൃത്രിമ ശ്വാസം നൽകി വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ തീവ്ര പരിചരണം നടത്തിയാൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. മുതിർന്ന 26 ആളുകളെ കൊല്ലാൻ മാത്രം ശക്തമായിട്ടുള്ള വിഷം ഒരു നീല വളയ വരയൻ നീരാളിക്കുണ്ട്. ഇതിൻ്റെ തിളങ്ങുന്ന നീലയും കറുപ്പും വലയ ഭംഗികൾ കണ്ട് കടൽ തീരത്തെ സഞ്ചാരികളൊക്കെ ഇവയെ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനെയൊക്കെ കടി കിട്ടാൻ സാധ്യതയുള്ളതിനാൽ ഇതിൻ്റെ മാരക സ്വഭാവത്തെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. എങ്കിലും 2006 ക്വീൻസ്ലാൻഡിലെ ഗോൾഡ് കോസ്റ്റ് തീരത്ത് ഒരു 6 വയസ്സുകാരൻ കുട്ടിക്ക് കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കെ മനോഹരമായിട്ടുള്ള ഒരു കക്കത്തോട് ഷെല്ല് കിട്ടി. അവനത് കയ്യിലെടുത്ത് പരിശോധിക്കുന്നതിനിടയിൽ അതിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഒരു ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസ് അവൻ്റെ വിരലുകളിൽ കടിച്ചു. നേരത്തെ പറഞ്ഞല്ലോ ഈ നീരാളിയുടെ കടിക്ക് വേദനയൊന്നുമില്ല എന്ന്. അതിനാൽ തന്നെ കുട്ടി അത് അറിഞ്ഞതുമില്ല. കയ്യിൽ ചെറിയൊരു പോറൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിനിറ്റുകൾക്കുള്ളിൽ കുട്ടിക്ക് കാഴ്ച മങ്ങുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു. അധികം വൈകാതെ കുട്ടി കുഴഞ്ഞു വീണു. ഇതിന് ഫ്ലാസിഡ് പാരലൈസിസ് എന്നാണ് വിളിക്കുക. ശരീരത്തിലെ പേശികൾ പൂർണ്ണമായിട്ടും തളരുന്ന ഒരവസ്ഥ. കുട്ടികളുടെ മാതാപിതാക്കൾ ഉടനെ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. നീരാളിയുടെ വിഷം ടെട്രഡോടോക്സിൻ കുട്ടിയുടെ ശ്വസന പേശികളെ തളർത്തി കഴിഞ്ഞിരുന്നു. കുട്ടി ഉടൻ തന്നെ ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വെന്റിലേറ്ററിലേക്ക് മാറ്റി ശരീരം തനിയെ വിഷത്തെ പുറന്തള്ളുന്നത് വരെ 24 മണിക്കൂർ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകിയതിനാൽ കുട്ടി രക്ഷപ്പെട്ടു. ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസിന്റെ കടിയേറ്റ് ഒരു മനുഷ്യൻ മരിച്ചതായിട്ട് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1954 ഓസ്ട്രേലിയയിലെ സിഡ്നിക്കടുത്ത് കടലിൽ സർഫിംഗ് നടത്തുന്നതിനിടയിൽ ജെയിംസ് വാർഡ് എന്ന 21-കാരനാണ് കടിയേറ്റത്. ഒരു ചെറിയ നീരാളിയെ കിട്ടിയപ്പോൾ അതിന് തോളിൽ വെച്ച് കളിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. കടിയേറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുകയും ചെയ്തു. അന്നൊന്നും ഈ നീരാളി ഇത്രമാത്രം അപകടകാരിയാണ് എന്ന് ശാസ്ത്രലോകത്തിന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഓസ്ട്രേലിയൻ സൈന്യത്തിലെ തന്നെ ഒരു യുവ സൈനികൻ 1967 കടൽ തീരത്ത് വെച്ച് ഒരു ചെറിയ നീരാളിയെ പിടിച്ച് തൻ്റെ കൈത്തണ്ടയിൽ വെച്ചു. കടിയേറ്റത് അദ്ദേഹം അറിഞ്ഞില്ല. എന്നാൽ മിനിറ്റുകൾക്കകം അദ്ദേഹം കുഴഞ്ഞു വീണു. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. അദ്ദേഹം മരിച്ചുപോയി. ഈ സംഭവത്തിന് ശേഷമാണ് ഈ നീരാളിയെക്കുറിച്ചുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ
ഓസ്ട്രേലിയയിലെ കടൽത്തീരങ്ങളിലൊക്കെ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയത്. പസഫിക്കും സമുദ്രമേഖലയിൽ ഇത്തരത്തിൽ ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസ് കടിച്ചിട്ട് ആളുകൾക്ക് അപകടം പറ്റിയതായിട്ട് പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ലോകത്ത് ഇതുവരെയായിട്ടും ഏതെങ്കിലും നീരാളികൾ മൂലം ആളുകൾ മരിച്ചതിൻ്റെ എണ്ണം വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ്. ഈ ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസിൻ്റെ പോലെ അല്ലെങ്കിലും വളരെ ചെറിയ അളവിൽ എല്ലാ ഒക്ടോപ്പസുകൾക്കും വിഷമുണ്ടാകും. അത് അവയുടെ ഭക്ഷണം തേടലിനും ഇരകളെ കീഴ്പ്പെടുത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും മനുഷ്യർക്ക് അത്രമാത്രം അപകടകരമായിട്ടുള്ളതേ അല്ല. അതായത് നമ്മൾ കരുതുന്നത് പോലെ ഒരു മാരക ജീവിയല്ല നീരാളി. ഏറ്റവും ചെറിയ നീരാളിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഒക്ടോപ്പസ് വോൾഫിയാണ്, സ്റ്റാർ സക്കർ പിഗ്മി ഒക്ടോപ്പസ്. 1 ഗ്രാം ഭാരവും 2.5 സെൻറ്റിമീറ്റർ വരെ മാത്രം വലിപ്പമുള്ളതാണ് ആ കുഞ്ഞൻ നീരാളി. അതും നീരാളിയാണ്. എന്നാൽ വളരെ വലിപ്പമുള്ള നീരാളികളും കടലിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നീരാളിയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ജയന്റ് പസഫിക് ഒക്ടോപ്പസ്. അതിന് ശരാശരി അതിൻ്റെ കൈകൾ നീട്ടിയാൽ 16 അടി നീളമുണ്ടാവും, 50 കിലോഗ്രാമെങ്കിലും ഭാരവും ഉണ്ടാവും. എന്നാൽ ഇവയുടെ കൂട്ടത്തിൽ തന്നെ 30 അടിയോളം നീളവും 272 കിലോഗ്രാമോളം ഭാരവുമുള്ള ഒക്ടോപ്പസിനെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവയുടെ ഓരോ കൈകളിലുമുള്ള സക്ഷൻ കപ്പുകൾക്ക്, സക്കേഴ്സിന് വലിയ ഭാരം ഉയർത്താൻ പറ്റും. 16 കിലോഗ്രാമൊക്കെ ഭാരം ഈ സക്കറുകളിൽ പറ്റിപ്പിടിച്ച് ഉയർത്തുമവ. അതായത് ഒരു മുതിർന്ന മനുഷ്യൻ്റെ കൈകളുടെ 10 ഇരട്ടി കരുത്തുണ്ട് ഒക്ടോപ്പസിൻ്റെ കൈകൾക്ക്. എന്നാലും എത്ര വലിയ നീരാളിയായാലും കഥകളിലും സയൻസ് ഫിക്ഷൻ സിനിമകളിലുമൊക്കെ കാണുന്നത് പോലെ കപ്പലുകളെ മുക്കാനോ ബോധപൂർവം മനുഷ്യരെ വരിഞ്ഞു മുറുക്കി കൊല്ലാനോ ഒന്നും ശ്രമിക്കുന്നവരേ അല്ല, കഴിയുന്നവരേ അല്ല നീരാളികൾ. എങ്കിലും ചില അവസരങ്ങളിൽ ഈ ജയന്റ് ഒക്ടോപ്പസുകൾ ചില പ്രശ്നങ്ങളൊക്കെ മനുഷ്യർക്ക് ഉണ്ടാക്കാറുമുണ്ട്. കടലിനടിയിൽ ഡൈവിംഗ് നടത്തുന്നവരുണ്ടല്ലോ, അവർക്കാണ് എപ്പോഴും ഈ നീരാളിയെ കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറ്. ഈ ഭീമൻ നീരാളികൾ ഇവരുടെ അടുത്തൊക്കെ എത്തി ഇവർക്ക് ചുറ്റും വളഞ്ഞു നിന്ന് ഇവരെ ഒന്ന് പരിശോധിക്കാനൊക്കെ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ തൻ്റെ നീരാളി കൈകൾ കൊണ്ട് ഡൈവറുടെ മാസ്കോ ഓക്സിജൻ സിലിണ്ടറോ ഒക്കെ നീക്കാൻ ശ്രമിച്ചാൽ വെള്ളത്തിനടിയിൽ ശ്വാസം മുട്ടിയ അയാൾ മരിച്ചു പോകും. നീരാളിയുടെ ശരീരത്തിൽ എല്ലുകളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അവയുടെ പിടിയിൽ നിന്നും വിടുവിക്കുക എന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. നീരാളിയുടെ വായുടെ ഭാഗം തത്തയുടെ കൊക്ക് പോലെ കടുപ്പമേറിയതാണ്. ഇരയെ കടിച്ചു കീറാനും പൊട്ടിക്കാനും ഒക്കെ സഹായിക്കുന്ന ഈ കൊക്ക് കൊണ്ട് മനുഷ്യരെയും കടിക്കാൻ ഇവർക്ക് പറ്റും. അങ്ങനെ കടി കിട്ടിയാൽ നല്ല മുറിവും ചോര ഒഴുകലും ഒക്കെ സംഭവിക്കും. പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫറായ സ്കൗട്ട് കാസലിനെ ഒരിക്കൽ ഒരു ജയന്റ് ഒക്ടോപ്പസ് കടലിനടിയിൽ വെച്ച് പിടികൂടിയിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാമറയും മാസ്കും ഒക്കെ നീരാളി വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. കഠിനമായ പരിശ്രമങ്ങൾക്കൊടുവിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. സത്യത്തിൽ നീരാളി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതല്ല, മറിച്ചൊരു പുതിയ ജീവിയെ അല്ലെങ്കിൽ വസ്തുവിനെ കണ്ടപ്പോഴുള്ള കൗതുകം മൂലം അങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. പക്ഷെ പലപ്പോഴും കടലിൽ വളരെ വലിപ്പമുള്ള സ്ക്വിഡുകളെ കണ്ട് ആളുകൾ അത് നീരാളികളാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഹംബോൾട്ട് സ്ക്വിഡിനെ പോലെയുള്ള ജീവികൾ നീരാളികളെക്കാൾ കൂടുതൽ അക്രമവാസനയുള്ളവരുമാണ്. പഴയ നാവിക കഥകളിലൊക്കെയുള്ള ക്രാക്കർ എന്ന് പറയുന്ന കപ്പലുകളെയൊക്കെ ആക്രമിക്കുന്ന നീരാളി എന്നത് കടലിൽ കണ്ട ഇത്തരത്തിലുള്ള സ്ക്വിഡുകളെ കണ്ട് അത് നീരാളിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഉണ്ടാക്കിയ കഥകളുമാകാം. നീരാളികൾ മൊളസ്ക ഫൈലത്തിലെ സെഫാലോപോഡ ക്ലാസ്സിലാണ് ഉൾപ്പെടുക. സെഫാലോപോഡ എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ തലയും കാലും ഒന്നായവർ എന്നാണ് അർത്ഥം. കക്കകളുടെയും ശംഖുകളുടെയും ഒക്കെ അടുത്ത ബന്ധുക്കളാണെങ്കിലും പരിണാമ പ്രക്രിയയിൽ ഇവയുടെ പുറന്തോട് നഷ്ടപ്പെട്ടു. ഒക്ടോപ്പസ് എന്ന ഇവരുടെ ഈ പേര് ഇവർക്ക് കിട്ടിയത് പൗരാണിക ഗ്രീക്ക് ഭാഷയിലെ ഒക്ടോ 8 എന്നർത്ഥം വരുന്ന ആ വാക്കും പോസ് എന്ന് പറഞ്ഞ കാൽ എന്ന് പറയുന്ന ആ വാക്കും കൂടി ചേർന്നിട്ടാണ്. അതായത് 8 കാലുള്ള ജീവി എന്നത് തന്നെ. ഒക്ടോപോഡ ഓർഡറിൽ 300ഓളം ഇനം ഒക്ടോപ്പസുകളെയാണ് ഇതുവരെയായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനിയും ഉണ്ടാകാം. ഉറപ്പുള്ള കൊക്കു പോലെയുള്ള ഒരു ഭാഗത്തോടെയാണ് ഇവയുടെ വായ എന്ന് പറഞ്ഞല്ലോ. ഇതുകൂടാതെ തലയിൽ 2 കണ്ണുകളുമുണ്ട്. ഇവയുടെ ശരീരം ബൈലാറ്ററൽ സിമെട്രി ഉള്ളതാണ്. അതായത് ഒരു തലത്തിൽ നെടുക മുറിച്ചാൽ സമാനമായിട്ടുള്ള 2 പാതികളായിട്ട് മാറും. ഓരോ ഭാഗത്തും ഓരോ കണ്ണും 4 കാലും. ഈ നീരാളിയുടെ ശരീരത്തിൽ ഉറപ്പുള്ള ഏക ഭാഗം ഈ കൊക്കാണ്. പക്ഷെ അത് കാൽഷ്യം കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്, മറിച്ച് കൈറ്റിൻ എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടാണ്. ഇത് നമ്മുടെ നഖമൊക്കെ പോലെ കടുപ്പമേറിയതാണെങ്കിലും അതേസമയം അല്പം വഴക്കമുള്ളതും കൂടിയാണ്. നീരാളിയുടെ 8 കൈകളും സംഗമിക്കുന്ന മധ്യഭാഗത്താണ് വായയും ഈ കൊക്കും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ ഇത് കാണാൻ കഴിയില്ല. കൈകൾക്കിടയിലുള്ള പേശികൾക്കടിയിൽ ഇത് മറഞ്ഞിരിക്കും. ഈ കൊക്ക് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചളമുള്ള ശരീരമാണ്. അതിനാൽ തന്നെ ഈ കൊക്ക് കടക്കുന്ന ദ്വാരത്തിലൂടെ എത്ര വലിയ ശരീരമുള്ള നീരാളിക്കും കടന്നു പോകാൻ പറ്റും. അതായത് ഒരു നാണയത്തിൻ്റെ അത്ര മാത്രം വലിപ്പമുള്ള ഒരു ചുറ്റിനുള്ളിലൂടെ വലിയ ഒരു നീരാളി അതിൻ്റെ ശരീരം മുഴുവൻ കടത്തിക്കളയും. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ വിടവുകളിലൂടെ ഒക്കെ ഇവക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റും. അതേപോലെ ഒളിച്ചു നിൽക്കാനും പറ്റും. കക്കകൾ, ഞണ്ടുകൾ, ചെമ്മീനുകൾ തുടങ്ങിയവയുടെ ഒക്കെ പുറന്തോടൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ കൊക്കാണ് നീരാളികൾ ഉപയോഗിക്കുക. എത്ര കടുപ്പമേറിയ പുറന്തോടും ഈ കൊക്ക് ഉപയോഗിച്ചുകൊണ്ട് നീരാളിക്ക് പൊളിക്കാൻ പറ്റും. അതുപോലെ കൊക്കിനുള്ളിലുള്ള റാഡുല എന്നു പേരുള്ള മുള്ളുപോലുള്ള ഭാഗങ്ങളുള്ള നാവ് ഉപയോഗിച്ച് ഇരയുടെ ശരീരത്തിൽ തുളയുണ്ടാക്കി അതിലൂടെ വിഷം കുത്തിവെച്ച് ഇരയെ തളർത്തുകയാണ് ഇവരുടെ രീതി. ഈ കൊക്കിൻ്റെ കാര്യത്തിൽ വേറെയും ചില കൗതുകങ്ങളുണ്ട്.
കൊക്കിൻ്റെ അറ്റം വളരെ കടുപ്പമേറിയതാണെങ്കിലും ഇതിൻ്റെ പിറകുവശത്തേക്ക് എത്തുമ്പോഴേക്ക് അത് വളരെ സോഫ്റ്റ് ആയിരിക്കും, മൃദുവായിരിക്കും. നേരിട്ട് ഒരു കടുപ്പമേറിയ വസ്തു മൃദുവായിട്ടുള്ള പേശികളുമായിട്ട് ചേരുകയാണെങ്കിൽ പേശികൾക്ക് മുറിവേൽക്കാമല്ലോ. എന്നാൽ നീരാളിയുടെ കൊക്കിൻ്റെ അറ്റത്ത് നിന്നും പിറകിലേക്ക് വരും തോറും ഘടനയിൽ നല്ല മാറ്റം വന്ന് അത് മൃദുവായിരിക്കും. അതിനാൽ തന്നെ മസിലുകളിലേക്ക് അത് അലിഞ്ഞു ചേരും. ഈ ഘടനാ വ്യത്യാസം എങ്ങനെ ഉപയോഗിക്കാമെന്നത് കൃത്രിമ ഉപകരണങ്ങൾ മനുഷ്യരുടെ കാര്യത്തിലൊക്കെ നിർമ്മിക്കുമ്പോൾ, പ്രോസ്തെറ്റിക്സിലൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇവയുടെ കണ്ണുകളും വളരെ പ്രത്യേകതയുള്ളതാണ്. ഇത് കശേരികളില്ലാത്ത, എല്ലുകളില്ലാത്ത, കക്കയിറച്ചി പോലെയുള്ള ഒരു ശരീരം മാത്രമുള്ള ഒരു ജീവിയാണെന്ന് ഓർക്കണം. 53 കോടി വർഷം മുമ്പ് മൊളസ്കയിൽ നിന്നും വേർപെട്ട് പരിണമിച്ചുണ്ടായവരാണ് ഈ സെഫാലോസ്പോഡ എന്ന വിഭാഗം. എന്നിട്ടും മനുഷ്യന്റെ കണ്ണിന്റെയും നീരാളിയുടെ കണ്ണിന്റെയും ഘടനയ്ക്ക് അതിശയിപ്പിക്കുന്ന സാമ്യമുണ്ട്. രണ്ടും ക്യാമറ ലെൻസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ രസകരമായിട്ടുള്ള കാര്യം, മനുഷ്യരിലും നീരാളിയിലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പരിണാമ പാതകളിലൂടെയാണ് ഈ കണ്ണ് വികസിച്ചത്. ഇതിനെയാണ് സയൻസ് കൺവെർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. മനുഷ്യൻ്റെയൊക്കെ കണ്ണിൻ്റെ ഒപ്റ്റിക് നെർവ് റെറ്റിനയുടെ മുന്നിലൂടെ കടന്നു പോകുന്നതിനാൽ നമുക്കൊരു ചെറിയ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, അന്തബിന്ദു. എന്നാൽ നീരാളികളിൽ റെറ്റിനക്ക് പിറകിലൂടെയാണ് നാഡികൾ പോകുന്നത്. അതിനാൽ അവർക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഇല്ല. കാഴ്ചയിൽ ഒരിടത്തും തടസ്സമില്ലാതെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യം അവർക്ക് ലഭിക്കുന്നു. നീരാളികളുടെ കൃഷ്ണമണി, പ്യൂപ്പിൾ, നമ്മുടേതുപോലെ വട്ടത്തിലല്ല, മറിച്ച് ചതുരാകൃതിയിലോ അല്ലെങ്കിൽ യു ആകൃതിയിലോ ഒക്കെയാണ്. ഇത് സമുദ്രത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും വരുന്ന പ്രകാശത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഈ ആകൃതി കാരണം അവർക്ക് ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ വളരെ വീതിയിൽ, പനോരമിക് രൂപത്തിൽ ഇവർക്ക് കാണാൻ സാധിക്കും. നീരാളികൾക്ക് കളറുകൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇവയുടെ കണ്ണിൽ ഒരു തരം ഫോട്ടോ റിസെപ്റ്ററുകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും അത്ഭുതപ്പെടുത്തുന്നത് ഇവ ചുറ്റുപാടുമുള്ള നിറങ്ങളുമായിട്ട് കൃത്യമായിട്ട് പൊരുത്തപ്പെടും. അങ്ങനെ അവയുടെയും നിറം മാറ്റും. നീരാളികൾ നിറങ്ങൾ കാണുന്നത് നമ്മളെപ്പോലെയല്ല, മറിച്ച് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം അനുസരിച്ച് ലെൻസ് ഫോക്കസ് മാറ്റി നിറങ്ങൾ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ ക്രോമാറ്റിക് അബ്രേഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെയാണ് സാധിക്കുന്നത്. അതായത് അവ നിറങ്ങളെ കാണുകയല്ല, അനുഭവിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചുറ്റുപാടിനനുസരിച്ചിട്ട് നിറം മാറാൻ ഇവരുടെ കണ്ണുകൾ അവരെ സഹായിക്കുന്നു. തല തിരിക്കാതെ തന്നെ ഏതാണ്ട് 360 ഡിഗ്രിയിൽ കാഴ്ച ഇവർക്ക് സാധ്യമാണ്. നീരാളികളുടെ സ്കിന്ന്, പുറംതൊലി വെറും ഒരു കവചം മാത്രമല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ലിവിങ് ഡിസ്പ്ലേ ആണ്. സെക്കൻഡുകൾക്കുള്ളിൽ അതിൻ്റെ നിറവും രൂപവും ഒക്കെ അവർക്ക് മാറ്റാൻ പറ്റും. നീരാളിയുടെ തൊലിക്കടിയിൽ ദശലക്ഷക്കണക്കിന് സഞ്ചികൾ പോലെയുള്ള കോശങ്ങളുണ്ട്. ഇവയാണ് ക്രോമാറ്റോഫോറുകൾ എന്ന് വിളിക്കുന്നത്. ഈ സഞ്ചിക്കുള്ളിൽ ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, തവിട്ട് തുടങ്ങിയ നിറങ്ങളിലുള്ള പിഗ്മെൻറ്റുകളാണ് ഉണ്ടാവുക. ഓരോ ക്രോമാറ്റോഫോറും നീരാളിയുടെ നാഡീവ്യൂഹമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തലച്ചോറിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കുമ്പോൾ ചുറ്റുമുള്ള മസിലുകൾ, പേശികൾ വലിയുകയും ചുരുങ്ങുകയും ചെയ്യും, അല്ലെങ്കിൽ വികസിക്കുകയും ചുരുങ്ങുകയും ഒക്കെ ചെയ്യും. അതിനനുസരിച്ചിട്ട് അവക്കുള്ളിലെ ഈ നിറം പുറത്തേക്ക് വരും. ഇത് ഡിജിറ്റൽ സ്ക്രീനിലെ പിക്സലുകൾ മാറുന്നത് പോലെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ഈ വെറും പിഗ്മെൻറ്റുകൾ മാത്രമല്ല നീരാളിയുടെ കളറുകൾ മാറുന്നതിനുള്ള ഒരു കാരണം. ഇറിഡോഫോറുകൾക്കും കൂടി അതിലൊരു പങ്കുണ്ട്. ഇവ പ്രകാശത്തെ പ്രതിഫലിപ്പിച്ച് നീല, പച്ച, വെള്ളി തുടങ്ങിയ തിളക്കമുള്ള നിറങ്ങൾ നൽകുന്നു. ലൂക്കോഫോറുകളുണ്ട്. ഇവ പ്രകാശത്തെ പൂർണ്ണമായും പ്രതിഫലിപ്പിച്ച് വെള്ള നിറം നൽകുന്നു. ഇത് ചുറ്റുമുള്ള പ്രകാശവുമായിട്ട് ലയിച്ചു ചേരാൻ നീരാളിയെ സഹായിക്കും. അതായത് നല്ല പ്രകാശമുള്ളപ്പോൾ ചിലപ്പോൾ നീരാളിയെ കാണില്ല. ഈ നിറം മാറുന്നതിനൊപ്പം തന്നെ സ്വന്തം തൊലിയുടെ ടെക്സ്ചർ, ഘടന മാറ്റാൻ വേണ്ടിയിട്ടും നീരാളിക്ക് കഴിയും. തൊലിയിലുള്ള പാപ്പില എന്ന പേശികൾ ഉപയോഗിച്ച് മിനുസമുള്ള തൊലിയെ പെട്ടെന്ന് പരുപരുപ്പനാക്കാൻ ഇവർക്ക് പറ്റും. ഒരു കടൽ ചെടിയുടെയോ സീവീഡിൻ്റെയോ ചുറ്റുമുള്ള പാറയുടെയോ മണലിൻ്റെയോ ഒക്കെ ആ ടെക്സ്ചറിലേക്ക്, രൂപത്തിന് സമാനമായിട്ടുള്ള രൂപം ഇവയുടെ തൊലിക്ക് സ്വീകരിക്കാൻ നിമിഷങ്ങൾ മതി. ഇതാണ് ശരിക്കും നീരാളിയുടെ അദൃശ്യനാകാനുള്ള വിദ്യ. ഏറ്റവും പുതിയ ഗവേഷണങ്ങളനുസരിച്ച് നീരാളി ഇതൊക്കെ കണ്ട് അതിൻ്റെ തലച്ചോറ് തീരുമാനിച്ചിട്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നടക്കുന്നത്. നീരാളിയുടെ തൊലിക്ക് തന്നെ പ്രകാശത്തെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. കണ്ണുകളിൽ കാണപ്പെടുന്ന ഒപ്സിനുകൾ എന്ന് പറയുന്ന പ്രോട്ടീനുകൾ ഇവയുടെ തൊലിയിലും കാണുന്നുണ്ട്. അതായത് കണ്ണുകൾ കൊണ്ട് നോക്കാതെ തന്നെ തൊലിയിലൂടെ പ്രകാശം തിരിച്ചറിഞ്ഞ് നിറം മാറാൻ ഇവർക്ക് പറ്റും. അതായത് ഇതിൻ്റെ തല എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുമ്പോഴും കണ്ണതിനുള്ളിലാണെങ്കിലും പുറത്തെ ചുറ്റുപാടുകൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ കൈകളുടെ രൂപവും ഘടനയും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. നീരാളിക്ക് 8 കൈകളാണോ 8 കാലുകളാണോ ഉള്ളത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ശാസ്ത്രീയമായിട്ട് അവയെ ആംസ്, കൈകളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. സാധാരണയായിട്ട് ഇവയുടെ പിന്നിലെ 2 കൈകൾ കടത്തട്ടിലൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇവ ഉപയോഗിക്കും. അതുകൊണ്ട് അവയെ വേണമെങ്കിൽ കാലുകൾ എന്ന് വിളിക്കാം. ബാക്കി 6 കൈകളും ആഹാരം കഴിക്കാനും വസ്തുക്കൾ കൈകാര്യം ചെയ്യാനും ഒക്കെയാണ് അവ ഉപയോഗിക്കുന്നത്. നീരാളിയുടെ ആകെ നാഡീകോശങ്ങളിൽ, ന്യൂറോണുകളിൽ 2/3 ഭാഗവും 60-70% വരെയും ഈ 8 കൈകളിലാണുള്ളത്. ഇതിനർത്ഥം ഓരോ കൈക്കും സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിയുമെന്നാണ്. തലച്ചോറിൻ്റെ നിർദ്ദേശമില്ലാതെ തന്നെ
ഒരു കൈക്ക് തനിയെ ഇരയെ പിടിക്കാനോ തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് നീങ്ങാനോ ഒക്കെ സാധിക്കും. ഒരു കൈ മുറിഞ്ഞ് ശരീരത്തിൽ നിന്നും വേർപെട്ടു പോയാൽ പോലും കുറേ സമയത്തേക്ക് അത് പ്രതികരിക്കും. ഓരോ കൈയിലും 100 കണക്കിന് സക്ഷൻ കപ്പുകളാണുള്ളത്. ഇത് വെറും ഒരു പശ പോലെ പറ്റിപ്പിടിക്കാൻ മാത്രമുള്ളതല്ല. സക്ഷൻ കപ്പുകളിൽ പ്രത്യേക സെൻസറുകളുണ്ട്. ഒരു വസ്തുവിൽ തൊടുമ്പോൾ തന്നെ അതിൻ്റെ രുചി, മണം ഒക്കെ തിരിച്ചറിയാൻ ഈ സക്ഷൻ കപ്പുകൾക്ക് പറ്റും. അതായത് ഈ കൈ കൊണ്ട് തന്നെയാണ് നീരാളി രുചിക്കുന്നത് എന്നർത്ഥം. കയ്യിലെ ഈ ഓരോ കപ്പും ഒരു വാക്യൂം പമ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നനഞ്ഞതും മിനുസമുള്ളതുമായിട്ടുള്ള പ്രതലങ്ങളിൽ പോലും അതിശക്തമായിട്ട് ഒട്ടിപ്പിടിക്കാൻ ഇവർക്ക് പറ്റും. ഈ സക്കറുകൾ ഉള്ളതിനാൽ തന്നെ ചിലപ്പോൾ ചില അക്വേറിയങ്ങളിലെ ചില്ലുകൂടുകളിൽ നിന്നും ഇവ പുറത്തേക്ക് പോയി മറ്റു കൂടുകളിൽ പോയിട്ട് ഭക്ഷണമൊക്കെ തേടാറുമുണ്ട്. ഈ കൈകളിൽ അസ്ഥികളോ തരുണാസ്ഥികളോ ഒന്നുമില്ല. പൂർണ്ണമായിട്ടും അത് പേശികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാവ് പോലെ, അല്ലെങ്കിൽ ആനയുടെ തുമ്പിക്കൈയൊക്കെ പോലെ. ഇതിനെ മസ്കുലാർ ഹൈഡ്രോസ്റ്റാറ്റ്സ് എന്നാണ് വിളിക്കുക. ഏത് ദിശയിലേക്ക് വളയാനും നീളം കൂട്ടാനും കുറക്കാനും കടുപ്പമേറിയതാക്കാനും ഒക്കെ ഈ പേശികൾക്ക് പറ്റും. ഏതെങ്കിലും ഒരു ശത്രു കയ്യിൽ പിടുത്തമിട്ടാൽ രക്ഷപ്പെടാനായിട്ട് സ്വന്തം കൈ സ്വമേധയാ അതിനെ മുറിച്ചു കളയുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. ഇതിനെ ഓട്ടോട്ടോമി എന്നാണ് വിളിക്കുക. നമ്മുടെ പല്ലികൾക്കും ഒക്കെ ഈ സ്വഭാവമുണ്ട്, വാല് മുറിക്കുന്ന സ്വഭാവം എന്നറിയാമല്ലോ. ഇങ്ങനെ മുറിഞ്ഞുപോയ കൈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പഴയതുപോലെ തന്നെ വളർന്നു വരും. അങ്ങനെ നീരാളി 8 കൈ നീരാളിയായിട്ട് തന്നെ മാറും. ആൺനീരാളികളുടെ ഒരു കൈക്കൊരു പ്രത്യേകതയുണ്ട്. ആ കൈയാണ് ഇവ ഇണചേരലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ കൈ പ്രജനനത്തിന് സഹായിക്കുന്ന വിധത്തിൽ പ്രത്യേകമായിട്ടുള്ള രൂപമാറ്റം വന്നതാണ്. ആ കൈക്ക് ഹെക്ടോകോട്ടിലസ് എന്നാണ് വിളിക്കുക. സ്വന്തം ശരീരത്തിനുള്ളിലുള്ള ശുക്ലം പെൺനീരാളിയുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ഈ കൈയാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് വലതുവശത്തെ 3ാമത്തെ കൈയാണ്, തേർഡ് റൈറ്റ് ആം ആണ് ഇത്തരത്തിലുള്ള ഹെക്ടോകോട്ടിലസ് ആയിട്ട് മാറുക. ഹെക്ടോകോട്ടിലസിന്റെ അഗ്രഭാഗത്ത് സ്പൂൺ പോലെയുള്ള ഒരു കോരിക പോലെയുള്ള ഒരു ഭാഗമുണ്ടാവും. അതിന് ലിഗുല എന്നാണ് പറയുക. ആ ഭാഗത്തൊന്നും സക്ഷൻ കപ്പുകൾ ഉണ്ടാവില്ല. ആൺനീരാളിയുടെ ശരീരത്തിനുള്ളിൽ ബീജമൊക്കെ ഒരു പാക്കറ്റുകളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുക. അതിന് ബീജസഞ്ചികൾ, സ്പെർമാറ്റോഫോറുകൾ എന്നാണ് അതിന് പറയുക. ഈ ബീജസഞ്ചികൾ ശരീരത്തിനുള്ളിൽ നിന്നും ഹെക്ടോകോട്ടിലസിലെ സ്പൂൺ പോലെയുള്ള ഭാഗം കൊണ്ട് കോരിയെടുക്കും. എന്നിട്ട് അതിലെ ഒരു പ്രത്യേക ചാനലിലൂടെ സ്പെർമാറ്റോഫോറിക് ഗ്രൂവ് വഴി ഈ ബീജം നിറഞ്ഞ പാക്കറ്റ് പെൺനീരാളിയുടെ ശരീരത്തിനുള്ളിലെ മാൻഡിൽ ക്യാവിറ്റിയിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുക. ഈ കൈമാറ്റമാണ് ഇണചേരൽ. ചിലയിനം നീരാളികളിൽ ഈ ആണും പെണ്ണും നീരാളികൾ ചേർന്ന് നിൽക്കുകയും ചെയ്യാതെ വളരെ ദൂരെ നിന്ന് തന്നെ ഈ ഹെക്ടോകോട്ടിലസ് കൈ നീട്ടി പെൺനീരാളിയുടെ അടുത്തേക്ക് ഈ ബീജസഞ്ചി എത്തിച്ച് കൈമാറ്റം ചെയ്യാറുമുണ്ട്. ബീജ കൈമാറ്റത്തിനിടയിൽ ചിലപ്പോൾ ഈ കൈയുടെ അറ്റം മുറിഞ്ഞു പോകും. എങ്കിലും ആ അറ്റം പിന്നീട് വളർന്നു വരും. ആർഗനോട്ട് നീരാളികളുടെ ഇണചേരൽ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പേപ്പർ നോട്ടിലസ് എന്നുകൂടി പേരുള്ളതാണ് ഈ ആർഗനോട്ട് നീരാളികൾ. ഇവയിലെ ആൺനീരാളികൾക്ക് പെൺനീരാളികളെക്കാൾ വളരെ വലിപ്പം കുറവാണ്. ഇണചേരലിൻ്റെ സമയത്ത് ആൺനീരാളി തൻ്റെ ശരീരത്തിൽ ഈ ഹെക്ടോകോട്ടിലസ് കൈ ആ ബീജസഞ്ചിയോടുകൂടി ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്നു. ഈ കൈ തനിയെ നീന്തിച്ചെന്നാണ് പെൺനീരാളിയുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് ബീജം നിക്ഷേപിക്കുന്നത്. ഇതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ബീജ പാക്കറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തിരിച്ചത് ഊരിയെടുക്കാതെ മുറിച്ചവിടെ വെക്കും. അല്ലെങ്കിൽ ആ ഹെക്ടോകോട്ടിലസിൻ്റെ അഗ്രഭാഗം അവിടെ ഉപേക്ഷിക്കും. ആദ്യകാലത്ത് ശാസ്ത്രജ്ഞർക്ക് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതാണ് ഈ കൈക്കഷണം. പെൺനീരാളിയുടെ ശരീരത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു കൈയുടെ ഭാഗം കണ്ടെത്തിയപ്പോൾ അത് ആ പെൺനീരാളിയുടെ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു പരാതവ വിരയാണെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്, പാരസൈറ്റിക് വേം എന്ന്. അങ്ങനെയിട്ട പേരാണ് ഹെക്ടോകോട്ടിലസ് എന്നത്, 100 വലയങ്ങളുള്ള വിര എന്ന അർത്ഥത്തിൽ. പിന്നെയാണ് അത് മനസ്സിലാക്കിയത് അത് ആൺനീരാളിയുടെ കൈക്കഷണമാണ് എന്ന്. കടൽ വെള്ളത്തിൽ പല ആഴങ്ങളിൽ ജീവിക്കുന്ന നീരാളികളുടെ ശ്വസന വ്യവസ്ഥ അവയുടെ സങ്കീർണമായിട്ടുള്ള ജീവിതശൈലിക്ക് ചേരുന്ന വിധത്തിൽ അതിശയിപ്പിക്കുന്നതാണ്. വെള്ളത്തിനടിയിൽ ഓക്സിജൻ കുറഞ്ഞ സാഹചര്യത്തിൽ പോലും അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ പരിണമിച്ചവയാണ് ഇതൊക്കെ. മറ്റു മത്സ്യങ്ങളെപ്പോലെ നീരാളികളും വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ സ്വീകരിക്കുന്നത് ഗില്ലുകൾ ഉപയോഗിച്ചാണ്. ഇവയുടെ ശരീരത്തിനുള്ളിലെ മാൻഡിൽ ക്യാവിറ്റി എന്ന അറക്കുള്ളിലാണ് ഈ ഗില്ലുകൾ ഉള്ളത്. അതായത് ഒരു ജോഡി ഗില്ലുകൾ. മാൻഡിൽ അറയിലെ പേശികൾ വികസിക്കുമ്പോൾ വശങ്ങളിലുള്ള വിടവുകളിലൂടെ പുറത്തുള്ള ഓക്സിജൻ അടങ്ങിയ വെള്ളം ഉള്ളിലേക്ക് കടക്കും. ഈ വെള്ളം ഗില്ലുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് കലരുകയും കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും. ഉള്ളിലേക്ക് കയറിയ വെള്ളം സൈഫോൺ കുഴലിലൂടെ പുറത്തേക്ക് ശക്തിയായിട്ട് ചീറ്റും. നീരാളിയുടെ ശ്വസനവും സഞ്ചാരവും തമ്മിലും ബന്ധമുണ്ട്. ശ്വസനത്തിന് ശേഷം സൈഫോണിലൂടെ വെള്ളം അതിശക്തമായിട്ട് പുറത്തേക്ക് കളയുമ്പോൾ ലഭിക്കുന്ന ഒരു തള്ളലുണ്ടല്ലോ, ത്രസ്റ്റ്, അതുപയോഗിച്ച് നീരാളിക്ക് റോക്കറ്റൊക്കെ പോകുന്നത് പോലെ മുന്നോട്ട് സഞ്ചരിക്കാം. ജെറ്റ് പ്രൊപ്പൽഷൻ എന്നാണ് ഇതിന് നമ്മൾ പറയുക. എല്ലാ ജീവികളും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ശ്വസിക്കുന്നത്. അങ്ങനെ രക്തത്തിൽ അലിഞ്ഞ ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് പമ്പ് ചെയ്യാൻ വേണ്ടി ഹൃദയം ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു ഹൃദയം കൊണ്ട് നീരാളിയുടെ ഇത്തരത്തിലുള്ള പമ്പിങ് നടക്കില്ല. അതിന് കാരണം നീരാളിയുടെ ചോര നല്ല കൊഴുത്ത ചോരയാണ്. നമ്മുടെ ഹൃദയം ശ്വാസകോശത്തിൽ നിന്നുള്ള ഓക്സിജൻ നിറഞ്ഞ ശുദ്ധരക്തം എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് കൂടാതെ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് വരുന്ന ആ ശുദ്ധരക്തത്തെ കൂടി വീണ്ടും
ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് പണിയും ഒറ്റ ഹൃദയം തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പമ്പിങ് അത്ര എളുപ്പമല്ല കൊഴുത്ത രക്തമുള്ള നീരാളിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നീരാളിക്ക് 3 ഹൃദയങ്ങളുണ്ട്. 2 ബ്രാക്കിയൽ ഹൃദയങ്ങൾ. ഈ 2 ഹൃദയങ്ങളും ഗില്ലുകളുടെ അടിയിലാണുള്ളത്. ഇവ ഓക്സിജൻ കുറഞ്ഞ രക്തത്തെ ഗില്ലുകളിലേക്ക് ശക്തിയായിട്ട് പമ്പ് ചെയ്യുന്നു. പിന്നെയുള്ളത് സിസ്റ്റമിക് ഹൃദയം. ഗില്ലുകളിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ചിട്ട് വരുന്ന രക്തത്തെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗത്തേക്കൊക്കെ പമ്പ് ചെയ്യുന്നത് ഈ ഹൃദയമാണ്. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നീരാളി വേഗത്തിൽ നീന്തുമ്പോൾ, അതായത് ഈ സൈഫൺ വഴി ശക്തിയിൽ വെള്ളം പുറത്തേക്ക് ചീറ്റിയാണല്ലോ അങ്ങനെ നീങ്ങുന്നത്. ആ സമയത്ത് ഹൃദയം പമ്പ് ചെയ്യാനും ഈ വെള്ളം പുറത്തേക്ക് ചീറ്റാനും ഒക്കെയുള്ള ഊർജ്ജം ഇതിനുണ്ടാവില്ല. അതിനാൽ തന്നെ ഈ സിസ്റ്റമിക് ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറച്ച് സമയത്തേക്ക് നിർത്തിവെച്ചിട്ടാണ് ഈ തള്ളൽ. അതുകൊണ്ട് തന്നെ നീരാളിക്ക് വെള്ളത്തിലൂടെ വളരെ നേരമൊന്നും ഇങ്ങനെ നീന്താൻ പറ്റില്ല. ഓക്സിജൻ കിട്ടാതെ അത് തളർന്നു പോകും. നമ്മുടെ രക്തത്തിൽ ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്ത് അത് ഓരോ കോശങ്ങളിലും എത്തിക്കുന്നതും അവിടെ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് അതിനോട് ബോണ്ട് ചെയ്യിപ്പിച്ചിട്ട് ശ്വാസകോശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുമൊക്കെ ചുവന്ന രക്താണുവിലെ ഇരുമ്പ് ഘടകമായിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണല്ലോ. എന്നാൽ നീരാളിയുടെ ചോരയിൽ ഈ ഇരുമ്പ് ഘടകമല്ല ഉള്ളത്, ചെമ്പ് ഘടകമാണ്. അതായത് ഹീമോസയാനിൻ. ഓക്സിജൻ വളരെ കുറഞ്ഞതും തണുത്തതുമായിട്ടുള്ള ആഴക്കടലുകളിൽ ഗില്ലുകൾക്ക് ഓക്സിജൻ വേഗത്തിൽ വലിച്ചെടുക്കാൻ ഹീമോഗ്ലോബിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ പറ്റുക ഹീമോസയാനിനാണ്. നമ്മുടെ രക്തത്തിന് ചുവപ്പ് കളറൊക്കെ കിട്ടുന്നത് ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണെന്ന് അറിയാമല്ലോ. എന്നാൽ ഹീമോസയാനിൻ ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ അത് നീല നിറത്തിലാവും. അതുകൊണ്ട് നീരാളിയുടെ ചോരക്ക് നിറം നീലയാണെന്ന് പറയാം. കൂടാതെ നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ ഉള്ളിൽ, റെഡ് ബ്ലഡ് കോർപ്പസെൽസിൻ്റെ ഉള്ളിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. എന്നാൽ ഹീമോസയാനിൻ നീരാളികളുടെ രക്തപ്ലാസ്മയിൽ നേരിട്ട് ലയിച്ചു ചേർന്നിരിക്കുകയാണ്. ഇത് നീരാളിയുടെ രക്തത്തിന് കൊഴുപ്പ് അല്ലെങ്കിൽ വിസ്കോസിറ്റി കൂട്ടും. അങ്ങനെയാണ് നീരാളിയുടെ രക്തം കൊഴുപ്പുള്ളതാകുന്നത്. ഇത് പമ്പ് ചെയ്യേണ്ട വിഷമം മൂലമാണ് 3 ഹൃദയങ്ങളും അതിനുള്ളത്. എന്നാലും ഹീമോസയാനിന് ഒരു പോരായ്മയുണ്ട്. ഇത് ഹീമോഗ്ലോബിനെ പോലെ അത്ര വേഗത്തിൽ ഓക്സിജൻ വിട്ടു നൽകില്ല. കൂടാതെ വെള്ളത്തിലെ pH മൂലം അസിഡിറ്റി ഒക്കെ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്രവർത്തനവും തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രത്തിലെ അമ്ലീകരണം, അസിഡിറ്റി കൂടൽ ഒക്കെ നീരാളികളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ്. ഗില്ലുകളിലൂടെ അല്ലാതെയും നീരാളികൾക്ക് അവയുടെ തൊലിയിലൂടെ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റും. വിശ്രമവേളയിലൊക്കെ ഏകദേശം 30 മുതൽ 40% ഓക്സിജൻ ഇത്തരത്തിൽ തൊലിയിലൂടെയാണ് ഇവ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പനേരമൊക്കെ കരയിൽ ഇവർക്ക് അതിജീവിക്കാനും പറ്റും. നീരാളികൾ കടലിലെ അതിബുദ്ധിമാന്മാരാണ്. ഹൃദയം പോലെ തന്നെ നീരാളികൾക്ക് ഒരു പ്രധാന തലച്ചോർ മാത്രമല്ല ഉള്ളത്. അവയുടെ ആകെ 500 ദശലക്ഷം നാഡീകോശങ്ങളിൽ 2/3 ഭാഗവും 8 കൈകളിലാണ് ഉള്ളത്. സാധാരണയായിട്ട് നാഡീകോശങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് തലയിലായതിനാലാണല്ലോ നമ്മൾ പൊതുവെ തലച്ചോർ എന്ന് പറയുന്നത്. പറഞ്ഞു വന്നാൽ നീരാളിക്ക് കൈച്ചോർ കൂടിയുണ്ട്. ഓരോ കൈക്കും സ്വന്തമായിട്ടുള്ള ഒരു മിനി ബ്രെയിൻ ഉണ്ട്. തലയിലെ തലച്ചോറിന് നിർദ്ദേശങ്ങളല്ലാതെ തന്നെ ഓരോ കൈക്കും കാര്യങ്ങൾ വിലയിരുത്താനും തീരുമാനങ്ങൾ നടപ്പിലാക്കാനും പറ്റും. ഓരോരോ കൈകൾക്കും പ്രത്യേകമായി തന്നെ ഇരകളെ പിടിക്കാനും രുചിയും മണവും തിരിച്ചറിയാനും തടസ്സങ്ങൾ മാറ്റാനും ഒക്കെ കഴിയും. കൈകളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രധാന തലച്ചോറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൈകൾക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ഇത്ര വേഗത്തിൽ വേട്ടയാടാൻ കഴിയുന്നത്. നട്ടലില്ലാത്ത ജീവികളിൽ ടൂളുകൾ, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയ അപൂർവം ജീവികളിലൊന്നാണ് നീരാളികൾ. വെയിൻഡ് ഒക്ടോപ്പസ് എന്ന വിഭാഗം കടത്തട്ടിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട തേങ്ങാത്തോടുകളൊക്കെ ശേഖരിക്കുകയും അവ വൃത്തിയാക്കി ഒരു കവചം പോലെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യും. അപകടം മണത്താൽ ഇവ ഈ തോടിനുള്ളിൽ കയറി ഒളിച്ചിരിക്കും. അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്ലുകൾ കൊണ്ട് ഇവയുടെ ഗുഹാമുഖമൊക്കെ അടക്കാനൊക്കെ ഇവർക്ക് അറിയാം. നീരാളികൾക്ക് വേണമെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പൊക്കെ കൈകൊണ്ട് തിരിച്ച് തുറക്കാൻ പറ്റും. ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം, ഇത് കണ്ടു നിൽക്കുന്ന ഒരു നീരാളി ഇത് പഠിച്ചെടുക്കും. എന്നിട്ട് അതേപോലെ തന്നെ അനുകരിച്ച് അതും തുറക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഇവർക്ക് കുഞ്ഞുങ്ങളെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു പോകും. ആ കഥ പിറകെ പറയാം. ഇതുകൂടാതെ ആളുകളെ, മനുഷ്യരെയൊക്കെ തിരിച്ചറിയാൻ നീരാളികൾക്ക് പറ്റും. ലാബുകളിൽ സ്ഥിരമായിട്ട് വരുന്ന ശാസ്ത്രജ്ഞരെയൊക്കെ നീരാളികൾ തിരിച്ചറിയുന്നതായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ബുദ്ധിയുള്ള ജീവികളുടെ ഒരു ലക്ഷണമാണല്ലോ കളി തമാശകളിലൊക്കെ ഏർപ്പെടുക എന്നുള്ളത്. അക്വേറിയങ്ങളിലുള്ള ചില നീരാളികൾ വെള്ളം തെറിപ്പിച്ചും ഒഴിഞ്ഞ കുപ്പികൾ കൈകൊണ്ട് തട്ടിക്കളിച്ചും ഒക്കെ ആനന്ദിക്കുന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അവയുടെ ഒരു കളിക്കാനുള്ള കൗതുകം, ക്യൂരിയോസിറ്റി പ്രകടിപ്പിക്കുന്നതായിട്ടാണ് ഇതൊക്കെ കണക്കാക്കുന്നത്. ഇത് മറ്റ് ചെറു ജീവികളിലൊന്നും സാധാരണമല്ല. ഇതും കൂടാതെ നീരാളികൾ സ്വപ്നം വരെ കാണുന്നുണ്ടോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ സയൻസ്. നല്ല ഉറക്കത്തിനിടയിൽ നീരാളികൾ പെട്ടെന്ന് അവയുടെ നിറം മാറ്റുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അവ സ്വപ്നം കണ്ടതിനനുസരിച്ചിട്ട് അവയുടെ ശരീരം പ്രതികരിക്കുന്നതാവും എന്ന്. അതുപോലെ മനുഷ്യരിലൊക്കെയുള്ള റാപ്പിഡ് ഐ മൂവ്മെൻറ്റുകൾ ഉറക്കത്തിലൊക്കെ ഉണ്ടാകുന്നത്, അത്തരത്തിലുള്ള ഒരു അവസ്ഥയും നീരാളികളിലും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ സ്രാവുകളൊക്കെ നീന്തുന്ന ഈ കടലിൽ
ഒരു എല്ല് പോലും ഇല്ലാതെ ഈ നീരാളികൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നത് വലിയൊരു കൗതുകം തന്നെയാണ്. അതായത് അവയുടെ ശരീരത്തിൻ്റെ ബലം കൊണ്ടല്ല, മറിച്ച് ബുദ്ധിപരമായിട്ടുള്ള പലതരം തന്ത്രങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിജീവനം അവർക്ക് സാധ്യമാകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നീരാളികളുടെ ഏറ്റവും വലിയ ആയുധം അവയുടെ തൊലി തന്നെയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ചുറ്റുപാടുമായിട്ട് ലയിച്ചു ചേരാൻ പറ്റുന്ന വിധത്തിലുള്ള നിറമാറ്റം, രൂപമാറ്റം ഒക്കെ ഈ തൊലിയിൽ സാധ്യമാണ്. നീരാളികളുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് അവയുടെ മഷിപ്രയോഗമാണ്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവ ഉപയോഗിക്കുന്ന സ്മോക്ക് സ്ക്രീൻ പരിപാടി. നീരാളിയുടെ ശരീരത്തിനുള്ളിൽ ദഹനവ്യൂഹത്തോട് ചേർന്ന് മഷിസഞ്ചി, ഒരു ഇങ്ക് സാക്ക് ഉണ്ട്. ഇതിലാണ് മഷി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും സൂക്ഷിക്കുന്നതും ഒക്കെ. ആവശ്യമുള്ളപ്പോൾ ഈ മഷി സൈഫണിലൂടെ പുറത്തേക്ക് ശക്തമായിട്ട് ചീറ്റും. ആ മഷിയിൽ പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന് മെലാനിൻ, നമ്മൾ മനുഷ്യരുടെ മുടിക്കും തൊലിക്കും ഒക്കെ കറുപ്പ് നിറം നൽകുന്ന അതേ പിഗ്മെന്റ്, കടും കറുപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറമൊക്കെ നൽകുന്നത് മെലാനിനാണ്. അതോടൊപ്പം അമിനോ ആസിഡുകളും എൻസൈമുകളും ഒക്കെ കൂടി ഈ മഷിയിൽ അടങ്ങിയിട്ടുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനം ടെറോസിനേസ് എന്ന എൻസൈമാണ്. നീരാളികൾ വെറുതെ മഷി ചീറ്റുകയല്ല ചെയ്യുന്നത്. സാഹചര്യത്തിനനുസരിച്ച് 2 രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാണ് പുകമറ സൃഷ്ടിക്കൽ. ശത്രു ആക്രമിക്കാൻ വരുമ്പോൾ വലിയ അളവിൽ മഷി പുറത്തേക്ക് ചീറ്റും. ഇത് വെള്ളത്തിൽ പടർന്ന് മൊത്തം ഒരു പുകമറയുണ്ടാവും. ഇരുണ്ട് അപ്പുറവും ഇപ്പുറവും കാണാൻ പറ്റാതാവും. ഈ തക്കത്തിന് നീരാളി നിറം മാറ്റി സ്ഥലത്ത് നിന്നും രക്ഷപ്പെടും. ഇതുകൂടാതെ വേറൊന്നുണ്ട്, സ്യൂഡോമോർഫ് എന്ന് പറയുന്ന ഒരു സൂത്രം, കപടരൂപം ഉണ്ടാക്കുന്ന പരിപാടി. നീരാളി മഷിയോടൊപ്പം തന്നെ ഒരു തരം ശ്ലേഷ്മം അല്ലെങ്കിൽ മ്യൂക്കസ് കൂടി കലർത്തും. വെള്ളത്തിലെത്തിയിരിക്കുന്ന മഷി പെട്ടെന്ന് അലിഞ്ഞ് പടരാതെ നീരാളിയുടെ അതേ വലിപ്പത്തിലുള്ള ഒരു രൂപമായിട്ട്, ബ്ലോബായിട്ട് തോന്നിക്കും. അങ്ങനെ കുറച്ചു നേരം എങ്ങനെ നിൽക്കും. ശത്രു ഈ രൂപത്തെ നീരാളിയാണെന്ന് തെറ്റിദ്ധരിച്ച് ആക്രമിക്കാൻ പോകും. അപ്പോൾ യഥാർത്ഥ നീരാളി അതിനിടയിൽ രക്ഷപ്പെടും. മൂന്നാമതായിട്ട് മഷി ഇങ്ങനെ കാഴ്ച തടസ്സപ്പെടുത്തലോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രൂപം ഉണ്ടാക്കലോ മാത്രമല്ല ചെയ്യുന്നത്. അതിലെ രാസവസ്തുക്കൾ ശത്രുവിനെ ശാരീരികമായിട്ട് തളർത്തുകയും ചെയ്യും. സ്രാവുകളെ പോലെയുള്ള വേട്ടക്കാർ മണം പിടിച്ചാണ് ഇരകളെ കണ്ടെത്തുന്നത് എന്നറിയാമല്ലോ. ഈ നീരാളി മഷിയിലെ എൻസൈമുകൾ സ്രാവിൻ്റെ മണക്കാനുള്ള ശേഷിയെ താൽക്കാലികമായി നശിപ്പിക്കും. അങ്ങനെ മണത്തറിയാൻ പറ്റാതാവുമ്പോൾ നീരാളി രക്ഷപ്പെടും. ഇതുകൂടാതെ ചില ജീവികളുടെ കണ്ണുകളിൽ ഈ മഷി അസ്വസ്ഥതയുണ്ടാക്കും, കാഴ്ച മങ്ങിപ്പിക്കും. അതിനാൽ തന്നെ ഇരപിടിയൻ ജീവികളിൽ കണ്ണ് കാണാതെ അല്ലെങ്കിൽ അസ്വസ്ഥതയോടെ ഇങ്ങനെ തലതിരിച്ച് കളിക്കുന്നതിനിടയിൽ നീരാളി സ്ഥലം കാലിയാക്കും. ചിലപ്പോൾ നീരാളിക്ക് തന്നെ ഈ മഷി തിരിച്ചു പണി കൊടുക്കാറുണ്ട്. ഒരു ചെറിയ പാത്രത്തിലോ മറ്റോ ഇട്ട നീരാളി ഈ മഷി പുറത്തേക്ക് വിട്ടാൽ ആ മഷിയിലെ രാസവസ്തുക്കൾ കാരണം നീരാളി തന്നെ ശ്വാസം മുട്ടി ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതിനാൽ തുറന്ന കടലിൽ മാത്രമേ സാധാരണയായിട്ട് നീരാളികൾ ഈ മഷിചീറ്റൽ പ്രയോഗം പുറത്തെടുക്കൂ. ഇനി ഒരു ശത്രു നീരാളിയുടെ കയ്യിൽ പിടുത്തമിട്ടാൽ രക്ഷപ്പെടാനായിട്ട് ആ സ്വന്തം കൈ മുറിച്ചു മാറ്റി ഓടാൻ നീരാളിക്ക് കഴിയും. മുറിച്ചു മാറ്റപ്പെട്ട കൈ കുറച്ചുകൂടി സമയം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ശത്രു ആ കയ്യിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്ത് നീരാളി രക്ഷപ്പെടുകയും ചെയ്യും. ഈ കൈ പിന്നീട് പൂർണ്ണ രൂപത്തിൽ വളർന്നു വരുന്നതിനാൽ തന്നെ നീരാളിക്ക് നഷ്ടമൊന്നുമില്ല. മിമിക് ഒക്ടോപ്പസ് എന്ന ഇനം നീരാളികൾ മറ്റ് അപകടകാരികളായിട്ടുള്ള ജീവികളെ അനുകരിക്കുന്നതിൽ വിദഗ്ധരാണ്. കടൽപ്പാമ്പ്, ലയൺ ഫിഷ്, പരന്ന മീനുകൾ, സോൾ ഫിഷുകൾ ഇവയുടെയൊക്കെ ചലനവും രൂപവും ഒക്കെ ഇവ അനുകരിക്കും. നീരാളിയുടെ ഇത്തരത്തിലുള്ള രൂപം കണ്ടിട്ട് ഇവയെ പിടിക്കാൻ വന്ന ശത്രുക്കൾ പേടിച്ച് പിന്മാറും. ഇതൊക്കെയാണെങ്കിലും നീരാളികൾക്ക് വലിയ ആയുസ്സില്ല. 1-2 വർഷം മാത്രമാണ് അവയുടെ ആയുസ്. നീരാളികൾ ആയിരക്കണക്കിന് മുട്ടകളാണ് ഇടുക. ചില ഇനങ്ങൾ 50,000 മുതൽ 1,00,000 വരെ മുട്ടയിടും. പെൺനീരാളി സുരക്ഷിതമായിട്ടുള്ള പാറ വിടവുകളിലൊക്കെയാണ് മുട്ടയിട്ട് വെക്കുക. ഇവ മുന്തിരിക്കുലകൾ പോലെ തൂങ്ങിക്കിടക്കും. പെൺനീരാളി മുട്ടകൾക്ക് ദീർഘകാലം കാവലിരിക്കും. മാസങ്ങളോളം അത് മുട്ടകൾക്ക് ഓക്സിജൻ ലഭിക്കാനായിട്ട് വെള്ളം ചീറ്റി കൊടുക്കുകയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യും. ഈ കാലയളവിലൊന്നും പെൺനീരാളി ഭക്ഷണം കഴിക്കാറില്ല. മുട്ടകൾ വിരിയുന്നതോടുകൂടി അമ്മയുടെ ശരീരത്തിലെ ഊർജ്ജമൊക്കെ പോയി കോശങ്ങളൊക്കെ ജീർണിച്ചു തുടങ്ങി പതുക്കെ അമ്മ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന നീരാളി കുഞ്ഞുങ്ങൾ, പാരാലാർവകൾ വിരലിൽ ഒതുങ്ങുന്ന അത്രയും ചെറുതാണ്. ഇവ സമുദ്രോപരിതലത്തിലെ പ്ലവകങ്ങൾക്കൊപ്പം പ്ലാങ്ടണുകളുടെയൊക്കെ കൂടെ ഒഴുകി നടക്കും. ഈ ഘട്ടത്തിൽ ഭൂരിഭാഗം കുഞ്ഞുങ്ങളെയും മറ്റു മത്സ്യങ്ങളൊക്കെ ഭക്ഷണമാക്കും. അതിജീവിക്കുന്നവ പിന്നെ കടലിൻ്റെ അടിത്തട്ടിലേക്ക് മടങ്ങും. നീരാളികൾ വളരെ വേഗത്തിൽ വളരുന്ന ജീവികളാണ്. ഇത് ആഹാരം കഴിക്കുന്നതിനനുസരിച്ചിട്ട് ശരീരം വളരെ വേഗത്തിൽ വലുതായിക്കൊണ്ടിരിക്കും. മിക്ക നീരാളികളും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എങ്കിലും അപൂർവമായിട്ട് ഇവയുടെ കൂട്ടങ്ങളായിട്ടൊക്കെ ജീവിക്കാറുമുണ്ട്. ചില ഇനങ്ങൾ സ്വന്തമായിട്ട് ഒരു ഗുഹയോ ഒളിത്താവടമോ കണ്ടെത്തി അവിടെ എങ്ങനെ കഴിയും. വേട്ടയാടലിൻ്റെ ഘട്ടത്തിലാണ് അവയുടെ ബുദ്ധിശക്തിയും പ്രതിരോധ തന്ത്രങ്ങളുമൊക്കെ പൂർണ്ണമായിട്ട് വികസിക്കുന്നത്. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നീരാളികൾ ഇണചേരാൻ തയ്യാറെടുക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഹെക്ടോകോട്ടിലസ് എന്ന പേരുള്ള ആ കൈയുടെ അഗ്രത്തിലെ കോരിക പോലെയുള്ള ഭാഗം കൊണ്ടാണ് സ്പെർമാറ്റോഫോറുകൾ പെൺനീരാളിയുടെ ഉള്ളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. ഈ കൈമാറ്റത്തോടു കൂടി തന്നെ ആൺനീരാളി അതിൻ്റെ ആഹാരം കഴിക്കാനുള്ള താല്പര്യമൊക്കെ കുറക്കും. അവ അങ്ങനെ വൈകാതെ ചത്തുപോവുകയും ചെയ്യും. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഇണചേർന്ന് പ്രജനനം നടത്തി
മരിക്കുന്ന ഈ പ്രക്രിയയാണ് സെമൻ പാരിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഇവ വളരെ കുറഞ്ഞ കാലം മാത്രമേ ജീവിക്കുന്നുള്ളൂ, ഒരു ഇണചേരൽ കാലം മാത്രം. പെണ്ണീരാളിയും ഇതുപോലെ കുഞ്ഞുങ്ങൾ വിരിയുന്നതോടുകൂടി തന്നെ മരിക്കുന്നു. ഇത്രയും ബുദ്ധിയുള്ള ജീവിക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. നീരാളികൾ ജീവിതത്തിൽ ഇങ്ങനെ പഠിച്ചെടുത്ത കാര്യങ്ങളൊന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ സോഷ്യൽ ലേണിങ്ങിന് അവസരം ലഭിക്കുന്നില്ല. കാരണം കുഞ്ഞുങ്ങൾ വിരിയുന്നതിന് മുമ്പ് തന്നെ അമ്മയും അച്ഛനും മരിച്ചു പോകുന്നല്ലോ. നീരാളികളെ ഭൂമിയിലെ അന്യഗ്രഹ ജീവികൾ, ഏലിയൻസ് ഓഫ് ദി എർത്ത് എന്ന് ശാസ്ത്രജ്ഞർ ചിലപ്പോൾ തമാശയായിട്ട് പറയാറുണ്ട്. 2015 നേച്ചർ മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമാണ് ഈ വിശേഷണങ്ങൾക്ക് തുടക്കമിട്ടത്. നീരാളികളുടെ ജനിതക ഘടന അമ്പരപ്പിക്കുന്നതാണ്. മനുഷ്യരെക്കാൾ കൂടുതൽ ജീനുകൾ നീരാളികളുടെ DNA-യിലുണ്ട്. മനുഷ്യനിൽ ഏകദേശം 20,000 പ്രോട്ടീൻ കോഡിംഗ് ജീനുകളുള്ളപ്പോൾ കാലിഫോർണിയൻ നീരാളികളിൽ നടത്തിയ പഠനത്തിൽ അവക്ക് 33,000 ജീനുകളുണ്ട്. അതായത് ഒരു സാധാരണ നട്ടലില്ലാത്ത ജീവിയേക്കാൾ വളരെ വലിയ ബ്ലൂ പ്രിൻ്റാണ് നീരാളിയുടേത്. നാഡീവ്യൂഹത്തിൻ്റെ വികാസത്തിനും നാഡീകോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിനും സഹായിക്കുന്ന പ്രോട്ടോകാഡറിൻ ജീനുകൾ നീരാളികളിലുണ്ട്. സാധാരണയായി നട്ടലില്ലാത്ത ജീവികളിൽ ഇത്തരം ജീനുകൾ വളരെ കുറവാണ്. എന്നാൽ നീരാളിയിൽ ഇവ 168 എണ്ണമുണ്ട്. ഇത് മിക്ക സസ്തനികളെക്കാൾ ഇരട്ടിയാണ്. നീരാളികളുടെ 8 കൈകളിലും വ്യാപിച്ചു കിടക്കുന്ന സങ്കീർണമായ ബുദ്ധിശക്തിക്ക് പിറകിലെ രഹസ്യം ഈ ജീനുകൾ ഇത്രയധികം ഉള്ളത് കൊണ്ടാണെന്നാണ് കരുതപ്പെടുന്നത്. സാധാരണയായിട്ടുള്ള ഒരു ജീവി അതിൻ്റെ DNA നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി പിന്തുടരുകയാണ് ചെയ്യുന്നത്. എന്നാൽ നീരാളികൾക്ക് അവയുടെ RNA എഡിറ്റ് ചെയ്യാനുള്ള അസാധാരണമായിട്ടുള്ള കഴിവുണ്ട്. അഡാർ എൻസൈമുകൾ ഉപയോഗിച്ച് DNA മാറ്റാതെ തന്നെ പ്രോട്ടീനുകളിൽ മാറ്റം വരുത്താൻ നീരാളികൾക്ക് പറ്റും. കൊടും തണുപ്പുള്ള വെള്ളത്തിലേക്ക് നീങ്ങുമ്പോൾ സ്വന്തം നാഡീവ്യൂഹത്തിലെ പ്രോട്ടീനുകൾക്ക് മാറ്റം വരുത്തി അതിജീവിക്കാൻ ഈ റീപ്രോഗ്രാമിംഗ് വിദ്യ അവരെ സഹായിക്കുന്നു. മനുഷ്യരടക്കമുള്ള മറ്റു ജീവികളിൽ ഈ പ്രതിഭാസം വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. 8 കൈകളിലും സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നാഡീവ്യൂഹമുള്ളതിനാൽ ഒരു നെറ്റ്വർക്ക് ബ്രെയിൻ പോലെയാണ് അവ പ്രവർത്തിക്കുന്നത്. ഇത് സയൻസ് ഫിക്ഷൻ സിനിമകളിലെ അന്യഗ്രഹ ജീവികളുടെ ബുദ്ധിശക്തിയാണെന്ന് പലപ്പോഴും ഉപമിക്കപ്പെടാറുണ്ട്. എന്തായാലും നമ്മൾ കഥകളിൽ കേട്ട ഭീകരനല്ല, അതുക്കും മേലെയാണ് നീരാളി. 19ാം നൂറ്റാണ്ടിലെ പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള വിക്ടർ ഹ്യൂഗോ തൻ്റെ ടോയ്ലേഴ്സ് ഓഫ് ദ സീ എന്ന നോവലിൽ നീരാളിയെ മനുഷ്യനെ വരിഞ്ഞു മുറുക്കി കൊല്ലുന്ന ഒരു ഭീകര ജീവിയായിട്ട് ചിത്രീകരിച്ചിരുന്നു. ഈ കൃതി ലോകപ്രശസ്തമായതോടെയാകാം നീരാളിപ്പിടുത്തം, ഒക്ടോപ്പസ് ഗ്രിപ്പ് എന്ന ഒരു പ്രയോഗം അപകടകരമായിട്ടുള്ള ഒരു കെണി എന്ന അർത്ഥത്തിൽ ആഗോളതലത്തിൽ പ്രചരിച്ചത്. സാമ്രാജ്യത്വത്തിൻ്റെ നീരാളിപ്പിടുത്തം മുതൽ മയക്കുമരുന്ന് മാഫിയയുടെ നീരാളിപ്പിടുത്തം നമ്മുടെ യുവാക്കളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ നമ്മൾ പല വാർത്തകളിലും കേൾക്കുന്നത് അതുകൊണ്ടാണ്. പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ സിനിമയിലെ ഡേവി ജോൺസ് എന്ന കഥാപാത്രത്തിൻ്റെ മുഖം നീരാളിയുടേതുപോലെയാണല്ലോ. അത് കാണുമ്പോഴുള്ള അറപ്പ് അത്രയധികമാണല്ലോ പലർക്കും. എങ്കിലും ലോകത്തെ പല ഭാഗങ്ങളിലും നീരാളി വളരെ പോഷകമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ജപ്പാനിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡായ തക്കോയാക്കി ഉണ്ടാക്കുന്നത് നീരാളിയെ കൊണ്ടാണ്. പുൾപ്പോ അലെ ഗലേഗ എന്നത് സ്പെയിനിലെ പ്രശസ്തമായിട്ടുള്ള നീരാളി വിഭവമാണ്. കൊറിയയിൽ ജീവനുള്ള നീരാളികളുടെ കൈകൾ മുറിച്ച് അതുപോലെ കഴിക്കുന്ന സനാക്സി എന്ന വിഭവം പ്രസിദ്ധമാണ്. അപ്പോഴും അവയുടെ കൈകളിലുള്ള ആ സക്ഷൻ കപ്പുകൾ തൊണ്ടയിൽ ഒട്ടിപ്പിടിക്കാനുള്ള അപകട സാധ്യത ഉണ്ടായിട്ട് പോലും ആളുകൾ ഇതിനെ ഇഷ്ടത്തോടെ തിന്നുന്നുണ്ട്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നീരാളി പോൾ നീരാളിയായിരിക്കും. 2010 ഫിഫ ലോകകപ്പ് സമയത്താണ് ജർമ്മനിയിലെ ഒബർഹൗസർ അക്വേറിയത്തിലെ പോൾ എന്ന നീരാളി ലോകകപ്പിൽ ജർമ്മനിയുടെ 7 മത്സരങ്ങളും ഫൈനലിൽ സ്പെയിൻ ജയിക്കുമെന്ന കാര്യവും കൃത്യമായി പ്രവചിച്ചത്. 2 സുതാര്യമായ പെട്ടികളിൽ ജർമ്മനിയുടെയും എതിരാളികളുടെയും പതാകകൾ പതിപ്പിക്കും. അതിനുള്ളിൽ നീരാളിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായിട്ടുള്ള കക്കയോ ഞണ്ടോ ഒക്കെ വെക്കും. അപ്പോൾ ഏത് പെട്ടിയിൽ നിന്നും ആദ്യം ആഹാരം എടുക്കുന്നോ ആ ടീം ജയിക്കും എന്നതായിരുന്നു കണക്കുകൂട്ടൽ. ഏതെങ്കിലും ഒരു നീരാളിക്ക് ഫുട്ബോൾ അറിയാമെന്നോ പ്രവചന കഴിവുണ്ട് എന്നോ ഒന്നും സയൻസ് സമ്മതിക്കില്ല. നീരാളികൾക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലെങ്കിലും പ്രകാശത്തിൻ്റെ തീവ്രതയും കോൺട്രാസ്റ്റും രൂപങ്ങളും തിരിച്ചറിയാൻ കഴിയും. ജർമ്മനിയുടെയോ സ്പെയിനിൻ്റെയോ പതാകകളിലെ മഞ്ഞ ചുവപ്പ് നിറങ്ങളോടുള്ള സ്വാഭാവികമായിട്ടുള്ള ആകർഷണം പോളിനെ ആ പെട്ടി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം. ലോകമെമ്പാടും 100 കണക്കിന് മൃഗങ്ങളെ കൊണ്ട് ഇത്തരം പ്രവചനങ്ങൾ നടത്തിക്കാറുണ്ട്. അതിൽ ചിലതൊക്കെയും ശരിയാകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടല്ലോ. അങ്ങനെ ആ പ്രോബബിലിറ്റി ശരിയാകുമ്പോൾ അതൊരു വാർത്തയാവുന്നു എന്ന് മാത്രം. എന്തായാലും 50 കോടി വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ രൂപപരിണാമം വന്ന ഒരു സമുദ്രജീവി ചില്ലറ ലക്ഷം വർഷം മുമ്പ് മാത്രം പരിണമിച്ചുണ്ടായ മനുഷ്യർക്ക് പല കാര്യങ്ങളിലും ഇന്നും അമ്പരപ്പുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ നീരാളികൾക്ക് മനുഷ്യരെ പോലെ ദീർഘായുസ് ഉണ്ടായിരുന്നെങ്കിൽ 120 വർഷമൊക്കെ ജീവിക്കുമെങ്കിൽ അവ സമുദ്രം ഭരിക്കുന്ന ജീവികളായി മാറുമായിരുന്നു. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ,
ഭൂമിയിലെ വളരെ ചെറിയ പ്രാണികൾ തൊട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.